എൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ കോളേജ് കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് ഞാനൊരു ഓണപ്പതിപ്പിൽ മാധ്യമ ഓണപ്പതിപ്പിൽ പ്രകാശ് വർമ്മയുടെ ഒരു ഫീച്ചർ വരുന്നത്. പുള്ളി പരസ്യത്തിലേക്ക് എത്തിപ്പെട്ടത്, പുള്ളിയുടെ ട്രാവൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് വായിച്ച് തുടങ്ങുമ്പോഴാണ് പിന്നെ എനിക്ക് പരസ്യം ആണ് എൻ്റെ ഒരു താല്പര്യം എന്നുള്ളതിലേക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ ഞാൻ ഡെയിലി ഫറൂഖ് കോളേജിലേക്ക് പോകുന്ന ടൈമിൽ ഫറൂഖ് പാലത്തിൻ്റെ മുകളിൽ ഒരു ഉറിക കോളേജ് ഓഫ് വിഷ്വൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഔട്ട്ഡോർ ഹോർഡിങ്സ്, ഈ ഹോർഡിങ്സ് ഇങ്ങനെ ഡെയിലി ഞാൻ കാണുമായിരുന്നു. അങ്ങനെ അത് കണ്ട് ഞാൻ ആ നമ്പറിലെടുത്ത് വിളിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒറീഗയിലേക്ക് എത്തുന്നത്. ശരിക്കും ഫസ്റ്റ് പ്രിൻ്റ് മീഡിയ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ ഒറീഗയുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് വലിയൊരു ഫ്ലോർ സ്റ്റുഡിയോ വരുന്നുണ്ട്. അവിടുന്ന് ഞാൻ കുറേ ഡോക്യുമെൻ്ററികളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസൊക്കെ ഒരുപാട് കണ്ടു. അന്ന് ഒറീഗയുടെ മാനേജർ നജീബ് കുറ്റിപ്പുറാണ്. അപ്പം നജീബ് കാക്ക് ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി താല്പര്യമുണ്ട്. നജീബ് ഖാൻ ഇതുപോലുള്ള ഒരുപാട് വർക്കുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ നജീബ് ഖാനെ പോയി കാണുന്നത്. നജീബ് ഖാൻ എന്നോട് പറഞ്ഞു, മോനെ ടൈം ആയിട്ടില്ല, കുറച്ചുകൂടിയൊക്കെ പഠിക്കണം, എന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ ഡോക്യുമെൻ്ററി എന്നുള്ളത് എൻ്റെ തലയിലേക്ക് വല്ലാതെ കയറിപ്പോയി. ശരിക്കും ആ സമയത്താണ് വയനാട്ടിൽ കർഷകാത്മഹത്യ ഒരുപാട് നടക്കുന്നൊരു സമയമാണ്. അങ്ങനെ ഈ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു ടീമിനെയും ബിൽഡ് ചെയ്തെടുത്തു. അതായത് ഒരു 3 പേര്, 2 ക്യാമറ, 2 അസിസ്റ്റൻസ്, ഇവരെല്ലാം കൂടെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ടാറ്റ സുമോയിൽ നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. ഈ ആത്മഹത്യ ചെയ്ത ആളുകളുടെ വീട്ടിലൊക്കെ പോയി അവരെ ഇൻ്റർവ്യൂ ചെയ്ത്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തോളം നമ്മൾ അവിടെ തന്നെ തിരിഞ്ഞ് കളിച്ച് പല ആളുകളെയും കണ്ട് നമ്മൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. പക്ഷെ എൻ്റെ കഷ്ടപ്പാട് ശരിക്കും തുടങ്ങുന്നത് ഷൂട്ടിന് ശേഷമാണ്. ഏതാണ്ട് 1 മണിക്കൂർ 60 മിനിറ്റൊക്കെ വരുന്ന DV കാസറ്റുകളാണുള്ളത്. ഇത്തരത്തിലുള്ള 11 12 കാസറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്രയും വലിയ ഫൂട്ടേജ് ഞാനിത് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആൻസർ ഇല്ലായിരുന്നു.